പ്രേംനസീർ തൻ്റെ മകനായ ഷാനവാസിൽ സിനിമാ മോഹങ്ങൾ വളരുന്നത് പലപ്പോഴും നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. മലയാള സിനിമയിൽ മുടി ചൂടാമന്നനായി വിരാജിക്കുമ്പോഴും പ്രേംനസീർ തൻ്റെ പ്രശസ്തിയോ സ്വാധീനമോ ഒന്നും തന്നെ തൻ്റെ മകൻ്റെ സിനിമാ മോഹങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിന് ഉപയോഗിച്ചതേയില്ല. കാരണം പ്രേംനസീറിനെ പോലെ സിനിമയെ അത്രയും അടുത്തറിയുന്ന മറ്റൊരാളും ഉണ്ടാവില്ലല്ലോ. സിനിമയുടെ അസ്ഥിരതയും ചതിക്കുഴികളും ഭാഗ്യനിർഭാഗ്യങ്ങളുമെല്ലാം തൻ്റെ മകൻ്റെ ജീവിതത്തെ അസ്ഥിരപ്പെടുത്താനായിരിക്കും സാധ്യത എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കും. ചിറയൻകീഴ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും അത് കഴിഞ്ഞ് ഏക്കാടിലെ പ്രശസ്തമായ മോൺഫോർട്ട് സ്കൂളിലുമായിരുന്നു ഷാനവാസിൻ്റെ പഠനകാലം. പിന്നീട് ചെന്നൈയിലെ തന്നെ പ്രശസ്തമായ ന്യൂ കോളേജിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര പഠനവും നടത്തുമ്പോഴും പ്രേംനസീർ മകനെ സിനിമയുടെ ഗ്ലാമർ ലോകത്തിലേക്ക് ഇറങ്ങുന്നതിന് പ്രോത്സാഹനം കൊടുത്തില്ല. പക്ഷെ അങ്ങനെ പ്രത്യക്ഷമായി മകനെ സിനിമയിലേക്ക് എത്തിക്കുന്നതിന് പ്രേംനസീർ അനുകൂലമായിരുന്നില്ലെങ്കിലും പ്രേംനസീർ ഷാനവാസിൽ ഒരു ഭദ്രമായ സിനിമാ കരിയർ സ്വപ്നം കണ്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഭാഗമായാണ് ഷാനവാസിനെ പഠിക്കുന്ന കാലത്ത് തന്നെ നൃത്തം പഠിപ്പിച്ചതും കരാട്ടെ സ്കൂളിൽ പഠിപ്പിച്ച് അവന് ബ്ലാക്ക് ബെൽറ്റ് വരെ നേടിക്കൊടുത്തതും കുതിരസവാരി പഠിപ്പിച്ചതും. തെന്നിന്ത്യൻ സിനിമയിലെ ആരോടെങ്കിലും തൻ്റെ മകൻ്റെ സിനിമാ മോഹം പ്രകടിപ്പിച്ചാൽ പോലും അതിന് തയ്യാറായി ഒരുപാട് പേർ വരുമെന്ന് ഉറപ്പുള്ളപ്പോഴും പ്രേംനസീർ ആരോടും ഷാനവാസിൻ്റെ സിനിമാ കാര്യം സംസാരിച്ചതേയില്ല. അങ്ങനെ തൻ്റെ ജീവിതം ഒരു സിനിമാ നടൻ്റേതല്ല എന്ന് ഉറപ്പിച്ച് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ തുടരുന്നതിനിടയിലാണ് അത് സംഭവിച്ചത്. ഒരു ദിവസം ബാലചന്ദ്ര മേനോൻ പ്രേംനസീറിനെ തേടി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. അക്കാലത്തെ ഏറ്റവും പ്രശസ്തരായ മലയാള സിനിമാ സംവിധായകരിൽ ഒരാളായിരുന്നു ബാലചന്ദ്ര മേനോൻ. അവരുടെ സംസാരത്തിനിടയിൽ താൻ ഒരു സിനിമ എടുക്കാൻ പോകുന്നുണ്ടെന്ന കാര്യം പ്രേംനസീറിനോട് ബാലചന്ദ്ര മേനോൻ പറഞ്ഞു. എന്നാൽ ബാലചന്ദ്ര മേനോട് പ്രേംനസീർ അപ്പോൾ പറഞ്ഞത്, ക്ഷമിക്കണം മിസ്റ്റർ ബാലചന്ദ്ര മേനോൻ, 2 കൊല്ലത്തേക്ക് താൻ കോൾ ഷീറ്റ് മുഴുവൻ കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് മാത്രമേ താങ്കൾക്ക് എനിക്ക് ഡേറ്റ് തരാൻ കഴിയൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ബാലചന്ദ്ര മേനോൻ പ്രേംനസീറോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കളുടെ ഡേറ്റ് എനിക്ക് നിർബന്ധമായും വേണം, അത് 2 വർഷം കഴിഞ്ഞായാലും. പക്ഷേ ഞാൻ ഇപ്പോൾ വന്നത് മറ്റൊരു കാര്യത്തിനാണ്. എനിക്ക് അങ്ങയുടെ മകൻ്റെ ഒരു ഡേറ്റ് വേണം, എൻ്റെ പുതിയ സിനിമയിൽ നായകനായി. അത് കേട്ടപ്പോൾ പ്രേംനസീർ അല്പം മൗനമായിരുന്നു. പിന്നീട് ബാലചന്ദ്ര മേനോട്, എനിക്ക് എതിർപ്പൊന്നുമില്ല, പക്ഷേ അവന് അഭിനയിക്കാനൊക്കെ അറിയുമോ എന്നാണ് ചോദിച്ചത്. അങ്ങയുടെ മകനല്ലേ, അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല എന്നാണ് ബാലചന്ദ്ര മേനോൻ അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. എങ്കിൽ താങ്കൾ അവനോട് തന്നെ നേരിട്ട് ചോദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് ഷാനവാസ് എന്ന മലയാളം കണ്ട നിത്യഹരിത നായകൻ്റെ മകൻ്റെ സിനിമയിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പായിരുന്നു. മലയാള സിനിമയിലാകെ പ്രണയത്തിരകൾ നിറച്ച പ്രണയനായകനായ പ്രേംനസീറിൻ്റെ മകൻ്റെ ആദ്യ ചിത്രത്തിൻ്റെ പേര് തന്നെ പ്രേമഗീതങ്ങൾ എന്നായിരുന്നു. പ്രേംനസീറിനെ കണ്ട് മതിയാകാത്ത മലയാളിക്ക് പ്രേംനസീറിൻ്റെ മകനെ വെള്ളിത്തിരയിൽ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. പ്രേമഗീതങ്ങൾ വലിയൊരു ഹിറ്റായി മാറി. മലയാള സിനിമയിലേക്ക് ഒരു പുതുതലമുറ കടന്നു വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു 80കൾ. മമ്മൂട്ടി, മോഹൻലാൽ, രതീഷ്, ശങ്കർ, രവീന്ദ്രൻ തുടങ്ങി കുറേ പേരുടെ കൂട്ടത്തിലേക്കാണ് ഷാനവാസും വന്നത്. മത്സരം ശക്തമായിരുന്നു. ഒരു വലിയ താരത്തിൻ്റെ മകൻ എന്ന പരിഗണനയും കൗതുകവുമെല്ലാം 1-2 സിനിമകൾ കഴിയുമ്പോൾ പ്രേക്ഷകന് അവസാനിക്കും. പിന്നീട് തൻ്റെ പ്രതിഭ കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ഭാഗ്യം കൊണ്ടും മാത്രമേ ഒരാൾക്ക് സിനിമയിൽ തൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. കുറഞ്ഞ കാലം കൊണ്ട് 80ഓളം സിനിമകളിൽ ഷാനവാസ് അഭിനയിച്ചിട്ടുണ്ട്. തന്നെ തേടി വരുന്ന ചലച്ചിത്രകാരന്മാരെ ആരെയും മടക്കി അയക്കാതെ എല്ലാവരെയും സ്വീകരിക്കുക എന്ന പ്രേംനസീറിൻ്റെ രീതി തന്നെയാണ് ഷാനവാസും സ്വീകരിച്ചത്. എന്നാൽ പ്രേംനസീർ ആയിരുന്നില്ലല്ലോ ഷാനവാസ്. ഗുണമേന്മയില്ലാത്ത കുറേ സിനിമകളിൽ തുടർച്ചയായി അഭിനയിച്ചതോടുകൂടി ഷാനവാസിന് സിനിമയ്ക്ക് പുറത്തേക്കുള്ള വാതിൽ പതുക്കെ തുറക്കപ്പെട്ടു. നായകനായും വില്ലനായും സഹനടനായും മറ്റ് ചെറിയ റോളുകളെല്ലാം തന്നെ കുറച്ചു കാലം അഭിനയിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും സിനിമ തനിക്ക് പറ്റിയതല്ല എന്ന് ഷാനവാസ് തന്നെ തിരിച്ചറിയുകയായിരുന്നു. അതിനിടയിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച പ്രേംനസീറിന്റെ മരണം ഷാനവാസിനെ തകർത്തിരുന്നു. തൻ്റെ സമ്പാദ്യമെല്ലാം സ്വരുക്കൂട്ടിയിരുന്നെങ്കിൽ പ്രേംനസീറിന് കേരളത്തിൻ്റെ പകുതി വാങ്ങാമായിരുന്നു എന്ന് ഷാനവാസ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സമ്പാദ്യത്തിൽ നല്ലൊരു പങ്കും മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് ഒരു കാരുണ്യ ജീവിതം ജീവിച്ചു തീർത്ത പ്രേംനസീർ പോകുമ്പോൾ തങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് സ്വയം വഴികൾ കണ്ടെത്തേണ്ട നിലയിലായിരുന്നു പ്രേംനസീറിൻ്റെ മക്കൾ.
അങ്ങനെയാണ് ഷാനവാസ് പിന്നീട് ഗൾഫിൽ ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ മാനേജറായി ജോലിയിൽ പ്രവേശിക്കുന്നത്. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഷാനവാസ് തിരിച്ചു നാട്ടിൽ വന്നപ്പോൾ സിനിമയിലും സീരിയലും വീണ്ടും ഒരു കൈ നോക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെയാണ് ശംഖുപുഷ്പം, അമ്മത്തൊട്ട് തുടങ്ങിയ കുറേ സീരിയലുകളിലും നീലഗിരി പോലെയുള്ള സിനിമയിലും അവസാനം ജനഗണമനയിലും അദ്ദേഹം അഭിനയിച്ചത്. 61-ാമത്തെ വയസ്സിലാണ് പ്രേം നസീർ മരിച്ചത്. ഷാനവാസ് 71-ാമത്തെ വയസ്സിലും. പ്രേം നസീർ മരിക്കുമ്പോൾ ഷാനവാസിന് 35 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. സിനിമ പിതാവിന് നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും കൊടുത്തപ്പോൾ മകനെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്നത് സുന്ദരമായ സുഖകരമായ ഒരു ഓർമ്മയായിരുന്നില്ല. ഒരുപക്ഷെ ഷാനവാസിനെ സിനിമയിൽ കൊണ്ടുവരുന്നതിനെ പ്രേം നസീർ ഭയപ്പെട്ടതും അതുകൊണ്ടായിരിക്കാം. സിനിമയും ജീവിതവും ഷാനവാസിനെ സൗഭാഗ്യങ്ങൾ കൊണ്ട് മൂടിയില്ലെങ്കിലും പ്രശസ്തനായ ഒരു പിതാവിൻ്റെ മകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പേരിന് താൻ കാരണം യാതൊരു കളങ്കവും ഏൽപ്പിക്കാതെയാണ് ഷാനവാസ് ഇവിടെ നിന്നും കടന്നു പോകുന്നത്. ഇങ്ങനെ പ്രേം നസീറിൻ്റെ മകനായി ഷാനവാസ് ഇവിടെ നിന്ന് വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം മാത്രം ഒരിക്കലും നടക്കാതെ ബാക്കിയാവുകയാണ്. തൻ്റെ പിതാവിനെ എന്നും ഓർമ്മിക്കാൻ അദ്ദേഹത്തിന് ഒരു സ്മാരകം നിർമ്മിക്കുക എന്ന ഒരു സ്വപ്നം. കണ്ടതും കേട്ടതും അനുഭവിച്ചതുമെല്ലാം തന്നെ അപ്പോൾ തന്നെ മറക്കാൻ കഴിവുള്ള മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നും ഒരു സ്വപ്നമായി തന്നെ തുടരുമോ? ആർക്കറിയാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം.